ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ഇഡ്ലിക്ക് വേണ്ട സാധനങ്ങൾ: ഇഡ്ലി, സബോള, പച്ചമുളക്, തക്കാളി, ക്യാപ്സിക്കം, ജീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ചില്ലി ഇഡ്ലി റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇട്ടാൽ മതി. പിന്നെ ഞാൻ ഈ ഇഡ്ഡലി അങ്ങനെ നാലാക്കിയിട്ടാണ്, ഒരു ഇഡ്ഡലിനെ നാലാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇതിലും അരിയാം. ഇപ്പോൾ അത് നല്ലോണം മൊരിഞ്ഞ് വരട്ടെ. നമുക്കിതിലേക്ക് വേണ്ട ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി നല്ലോണം ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇഡ്ഡലിക്ക് ഒന്ന് ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് നോക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കളറായി വരും. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇഡ്ഡലി ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് വരെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചീഞ്ചട്ടിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ജീരകം, ഞാൻ ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ടീസ്പൂണ് ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കാരണം തീ കുറച്ച് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. പച്ചമുളകും ഇട്ട് ആ പച്ചമുളകിൻ്റെ കുത്ത് പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജീരകം കരിയാണ്ടും ശ്രദ്ധിക്കണം കേട്ടോ. ഈ പച്ചമുളകിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ തക്കാളി, ഇതൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. ഞാൻ തക്കാളിയും സബോളയും ക്യാപ്സിക്കം ഒക്കെ സ്ക്വയർ രൂപത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് മറ്റേ നൈസായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നാലാക്കി മുറിച്ചാൽ മതി. ഇനി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അത്ര നല്ല വാട്ടായി അതിങ്ങനെ കുഴഞ്ഞു വരുന്ന രൂപമാവണ്ട. ഒരു കാ ഭാഗത്തോളം അല്ലെങ്കിൽ അര ഭാഗത്തോളം വാട്ടിയാൽ മതി. ഇതേപോലെ നമ്മൾ വാട്ടിയെടുക്കുക. ഇപ്പം നോണ്ട ഈ പാകം മതി. ഇതിലും കൂടുതൽ ഇനി പാകം ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ നടുവൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ട് ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് അധികം എരിവ് ആവശ്യമില്ല. പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം. ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന വരെ മിക്സ് ചെയ്ത് പിന്നെ ഞാൻ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണോ തക്കാളി സോസ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഞാൻ ഒരു കുഴമ്പ് പോലെ ആവാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വീഡിയോ വിടാൻ മറന്നുപോയി. ഇപ്പോൾ നമ്മുടെ ചില്ലി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്ക് 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഭവവുമായി ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരും. അതുവരെ ബൈ.